രാമനാഥൻ ചങ്ങല ഊരുന്നില്ലടാ നീ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോഡേ ഡാൻസ് പ്രോഗ്രാമിൻ്റെ അന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം തന്നെ സ്നാക്സൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. മോൾക്ക് മേക്കപ്പ് പറഞ്ഞിരുന്നത് 11 മണിക്കാണ്. അപ്പം ഞാൻ ലഞ്ചും സ്നാക്സും ഒക്കെ എടുത്ത് വെക്കാൻ പറയുവാണ്. പിന്നെ ബാഗൊക്കെ തലേന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാഗെന്ന് പറയുമ്പോൾ അവരുടെ കുറച്ച് ഓർണമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ അവർ റെൻറ്റിനാണ് എടുക്കുന്നത്. പിന്നെ ആ ബാഗിനകത്ത് ഞാൻ ഒരു ബാക്ക് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻ കേസ് അത് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മിക്കവാറും അത് യൂസ് ആകില്ല എങ്കിൽ തന്നെയും ഇനി വേണമെന്ന് പറയുവാണെങ്കിൽ ഇവരുടെ അരങ്ങേറ്റത്തിനൊക്കെ ബാക്ക് ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡാൻസിന് അത് വേണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ബാഗിനകത്ത് എല്ലാം ഇങ്ങനെ ലേബൽ ചെയ്ത ഓരോ സംഭവങ്ങൾ, തിരുപ്പന്, പിന്നെ എപ്പോഴും ഇവർ പ്രിഫർ ചെയ്യുന്നത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അരങ്ങേറ്റത്തിന് മാത്രമേ ഒറിജിനൽ ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതാ എല്ലാത്തിലും ഇങ്ങനെ ലേബലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ കുറച്ച് കറുപ്പ് ചരടും യു പിൻസും സേഫ്റ്റി പിൻസും ഒക്കെയാണ്. ബാക്കി അല്ലാതെ എല്ലാം ഈ ഒരു സംഭവങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ആ ഒരു ചെറിയ ഡബ്ബയ്ക്കകത്ത് അവർക്ക് കയ്യിലിടാനുള്ള അൾട്ടയുണ്ടല്ലോ, അതാണേ. ബാഗൊക്കെ തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ ഒന്നുകൂടെ കൗണ്ടർ ചെക്ക് ചെയ്താണ്. എന്തെങ്കിലും ഇനി മിസ്സായിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചൊന്ന് ചെക്ക് ചെയ്താണ്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഡാൻസ് സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ അമ്പലം തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവരുടെ ഡാൻസ് സ്കൂളിൽ വെച്ച് തന്നെയാണ് മേക്കപ്പ്. ബൈ ബൈ ബീഡേ. അങ്ങനെ ഡാൻസ് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ മേക്കപ്പിനായിട്ട് ആരും വന്നിട്ടില്ലായിരുന്നു. ഞങ്ങളൊരു 10-15 മിനിറ്റ് മുന്നെയാണ് എത്തിയത്. നമ്മൾ മേക്കപ്പ് ഇടാൻ വന്നേ, പക്ഷെ ഇവിടെ ആരും തുറന്നില്ല. 10:30 ചേട്ടൻ മറക്കണ്ടേ? അല്ല, 11 മണിക്കെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ 10:45 വന്ന് അല്ല, 10:30 അവർ എത്തിയില്ല. അവർക്കെല്ലാം സെറ്റ് ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു 10:30 നോക്കാം. അങ്ങനെ ഇതാ മേക്കപ്പൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാളല്ല ചെയ്യുന്നത് കേട്ടോ. അവിടെ ഓരോരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കുവാണ്. കണ്ണെഴുതാനും പിന്നെ പുരികം വരയ്ക്കാനും ഒക്കെ, മുടി കെട്ടാൻ, അങ്ങനെ ഓരോരുത്തർ ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ പോയി ഓരോന്ന് ചെയ്തിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ഒരുപാട് കുട്ടികളുണ്ടായതുകൊണ്ടായിരിക്കും ഒരുപാട് മേക്കപ്പ് ചെയ്യാനുള്ള ആൾക്കാരും ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ സീനിയേഴ്സിനെ എല്ലാം ഉച്ചയ്ക്ക് മുന്നേ അങ്ങ് ഒരുക്കി തീർത്തിട്ട് പിന്നെ ജൂനിയേഴ്സ് കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവരെയൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരുക്കാൻ വിളിച്ചിരുന്നത്. അപ്പോൾ ആ മുടിയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. ആ പിന്നും പിന്നെ ആ ചരടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് മുറുക്കി കെട്ടുമ്പോഴത്തേനെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നത്. കണ്ണൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊട്ട്, പിന്നെ മൂക്കുത്തി ഒരെണ്ണം ഒട്ടിച്ചാണ് കൊടുക്കുന്നത്. ഒരെണ്ണം അല്ലാതെ അവരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മൂക്കുത്തി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കോസ്റ്റ്യൂം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇവരോട് ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരാൻ പറയുന്നുണ്ട്. കാരണം ഇനിയും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഞ്ചൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ലിപ്സ്റ്റിക്ക്, അൾട്ട ഇതൊക്കെ ലാസ്റ്റാണ് അവർ ഇടുന്നത് കേട്ടോ. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. കൂടെ ഉള്ളത് മോളുടെ ഫ്രണ്ടാണ്. ഇവരെ രണ്ടിനെയും കണ്ട് ഏകദേശം ഒരുപോലൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ സ്റ്റാർട്ട് ചെയ്തത് 7:30-ക്കാണ്. കറക്റ്റ് സമയത്തിന് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവരുടെ പ്രോഗ്രാം ഒരു 4-മതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ഈ പാട്ടൊന്നും ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. മറ്റ് പ്രോഗ്രാമൊന്നും കാണാൻ ഞങ്ങൾ നിന്നില്ല. കാരണം നാളെ അതിൻ്റെന്ന് വെച്ചാൽ പിറ്റേ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഇത്രയും നേരം രാവിലെ മേക്കപ്പ് ചെയ്തതല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ തലയൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ആദ്യം എന്നോട് ആ തലമുടി ഒന്ന് ഊരി തരാമോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പക്ഷേ അത് എനിക്കൊന്ന് കെട്ടാൻ നല്ല എളുപ്പമായിരുന്നു. പക്ഷേ അത് അഴിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഡാൻസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ തന്നെ നമ്മളൊരു 1/4 മണിക്കൂർ എടുക്കും അതൊന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട്. ഭയങ്കര പ്രയാസമാണ്. ആ കമ്മലൊക്കെ അത്യാവശ്യം നല്ല ഭാരമുള്ള കമ്മലാണ്. ആ കമ്മലിട്ടിട്ട് തന്നെ നന്നായിട്ട് കാതൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആണിയൊക്കെ ഒരു ബാക്ക് സൈഡിൽ
വന്നിട്ട് ആ ചെവിയുടെ പുറകിൽ ഇങ്ങനെ വന്ന് അതിങ്ങനെ കുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഓ നാഗവല്ലിയുടെ കൂട്ടായല്ലോ. അപ്പോൾ ഇങ്ങനെ കൈയൊക്കെ ആ കയ്യിൽ അൾട്ട ഫുള്ളങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ആ അൾട്ട കുറച്ച് ലീക്ക് ആവുന്നുണ്ടായിരുന്നു. ആദ്യം ഫിംഗേഴ്സിലൊക്കെ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഫുള്ള് താഴോട്ടങ്ങ് ആയിപ്പോയി. അങ്ങനെ പിന്നെ മൊത്തത്തിലങ്ങ് തേച്ച് കൊടുത്തു. രാമനാഥൻ ചങ്ങല ഊരുന്നില്ലടാ നീ. അതിച്ചിരി പാടാ മമ്മി ഊരി കൊടുക്കാം.